വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചതിലായല്ലോ ഭഗവാനെ, 2-4 ദിനം കൊണ്ടൊരുത്തിന് തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുകളേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. കേരളത്തിലെ ഈ ഒരു ഭവാൻ ഇതുപോലെ തന്നെ വീട്ടിലെ കയ്യാലപ്പുറത്ത് കയറി ഇരിക്കുകയായിരുന്നു. അവിടെ നിന്നും പിടിച്ച് നമ്മുടെ ചെങ്കൊടി കവി സച്ചിദാനന്ദനെ സാഹിത്യ അക്കാദമി അധ്യക്ഷനായി. പാവം ആ കയ്യാലപ്പുറത്തും ഇറങ്ങി നടന്നു ചെന്ന് കയറിയിരുന്നത് മുൾമുന വെച്ച കസേരയിലായിരുന്നു. കാലം മാറി, മനസ്സ് മാറി, ഇതാ മനവും മാറി. ഒടുവിൽ സച്ചിദാനന്ദൻ ആ കഥനാവെടി അങ്ങ് പൊട്ടിച്ചു. കേരളത്തിന് നല്ലത് 2 മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണ്. ആർക്ക്? ഇടതിന്. മറ്റാർക്കാണ്? ഇത് താൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതല്ല, എല്ലാ കാലത്തും പറയുന്നതാണെന്നും ഒരു അടിവര കൂടി ഇട്ടു വെച്ചു. പ്രസംഗം കേട്ടിട്ട് കവി വന്നത് നേരെ വെളുപ്പിൽശാലയിലെ EMS അക്കാദമിയിലെ ക്ലാസ് കഴിഞ്ഞിട്ടാണോ എന്ന് സംശയം. അല്ലെങ്കിൽ AKG സെന്ററിൽ ചെന്ന് MP ഗോവിന്ദ മാഷിനെ കണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാണണം. അല്ലാതെ ഇങ്ങനെ ഒന്നും പറയില്ല ഈ ഭവാൻ. ജനാധിപത്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി വരണമത്രേ, അല്ലെങ്കിൽ ബംഗാൾ സംഭവിക്കുമത്രേ. അക്കാര്യം തനിക്ക് നേരിട്ടറിയാം. തുടർ ഭരണം പാർട്ടി തന്നെ ആഗ്രഹിക്കാത്ത ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങളോടെ കടന്നു വരുന്നതിന് ഇടയാക്കും. 2ാം തവണ കവി ഇത് പറഞ്ഞില്ലല്ലോ. ഇത് 3ാം തവണയ്ക്കുള്ള യാത്രയില്ലേ? അധികാരത്തിന്റെ കേന്ദ്രീകരണം വർദ്ധിക്കുമത്രേ. അതുകൊണ്ട് പ്രതിപക്ഷമാകുന്നത് ഭരണപക്ഷം മറന്നുപോകുമത്രേ. പ്രതിപക്ഷത്തിരിക്കുക എന്നത് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ വേരാഴ്ത്തുന്നതിനും സഹായിക്കുമെന്നൊരു ഉപദേശം കൂടിയുണ്ട്. പ്രതിപക്ഷമാണ് പലപ്പോഴും ജനഹിതം പ്രകടിപ്പിക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷം ആരാണെന്നുള്ളതിൽ അദ്ദേഹത്തിന് പിന്നെയും ഒരു വേർതിരിവുണ്ട്. പിന്നെ ദോഷം പറയുന്നതല്ലോ, ഇടതുകാർ കോപിക്കരുതല്ലോ, അതിനൊരു സൂത്രപ്പണി കൂടി പറഞ്ഞു വെച്ചു. നിങ്ങൾ ഇടത് വലതുകാർ ഞാൻ പറയുന്നത് അത് പ്രകാരം BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ പ്രതിപക്ഷം ആരാണെന്ന്, ഭരണപക്ഷം ആരാകണമെന്ന്, എവിടെ ഒന്നിച്ചു നിൽക്കണമെന്ന്? അവിടെ ഒരു കോൺസ്റ്റ് ഭേദഗതി കൂടി നമ്മുടെ കവി പൊട്ടിച്ചിട്ടു. നിങ്ങൾ കേരളത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അങ്ങനെ വന്നാൽ BJP മുഖ്യ പ്രതിപക്ഷമാകും. അതേസമയം BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇരു മുന്നണികളും തമ്മിൽ ഒരുമിക്കണമത്രേ. ഇനി കവിയുടെ കിളി പോയതാണോ അതോ ഇപ്പോഴും ആ മൂഢ സ്വർഗത്തിലാണോ? BJPക്കെട്ട് 2 പറഞ്ഞ് ഉപസംഹരിച്ചാൽ സംഖ്യ വിരുദ്ധനാകും, ചുവപ്പിന്റെയും പച്ചയുടെയും നീലയുടെയും ഒക്കെ പ്രിയപ്പെട്ടവരും എന്നൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു കവികളെ. കവി ഉദ്ദേശിച്ചത് BJPയെ കേരളത്തിൽ നിലം തൊടിക്കരുതേ എന്നാണ്. സച്ചിദാനന്ദ കവികളുടെ ഉപദേശത്തിനോട് ഒട്ടും കുറവില്ല. അടുത്തതായി, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സമുദായ പ്രീണനത്തിന് ശ്രമിക്കരുതെന്ന അടുത്ത ഉപദേശം. നിലവിൽ ഇടതുപക്ഷമടക്കം സമുദായ സംഘടനകളുമായി ഐക്യപ്പെട്ടു പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്തിട്ടുള്ള പാർട്ടിയാകേണ്ടതാണ്, ആയില്ലത്രേ. പക്ഷേ ഉപരിമധ്യ വിഭാഗത്തിന്റെ ആഗ്രഹങ്ങളാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധിച്ചു കൊടുക്കുന്നത്രേ. ആ ആഗ്രഹമാണല്ലോ സാഹിത്യ അക്കാദമി ചെയർമാനാക്കി ഇരുത്തിയതും. കവിയുടെ മറ്റൊരു ഉപദേശം മത സാമുദായിക പ്രീണനത്തിന് ശ്രമിക്കരുതെന്നാണ്. അത് ആർക്കിട്ടാണെന്ന് കടിച്ചുകുളങ്ങര പോയാലെന്ന് വ്യക്തമാകും. ഗുരുവിന്റെ തത്വങ്ങൾക്കെതിരെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവിനേക്കാൾ മഹാനാണ് അദ്ദേഹമെന്ന് പറയേണ്ടി വരികയും ചെയ്യുന്ന CPMന്റെ അവസ്ഥ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമല്ല ഏതൊരു മതേതരവാദിക്കും കേരളീയനും അംഗീകരിക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ആശാൻ ഇടതാണോ വലതാണോ സംഖ്യയാണോ? ഉപദേശവും എല്ലാം ഒരുമിച്ചാണ്, തീരുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് ആശയങ്ങളുടെ പിന്തുടർച്ചയാണെന്നത്രേ. അതിനു പകരം വ്യത്യസ്തമായ കാര്യങ്ങൾ ഇതാ കേരളത്തിൽ ഉണ്ടാകുന്നത്രേ. ഇത്രയും വലിയ കക്ഷിയാണ് സച്ചിദാനന്ദ കവികളെന്ന് ഉപസംഹരിച്ച വാക്കുകൾ കേട്ടപ്പോഴാണ് ഒന്നുകൂടി മനസ്സിലായത്. ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ചല്ല താൻ പറയുന്നതെന്നും ആരും വിഷമിക്കരുതേ എന്നും. അപ്പോൾ സച്ചിദാനന്ദ കവികൾ എന്താണ് പറയുന്നത്? കേരളത്തിൽ പ്രതിപക്ഷമായിട്ട് പോലും BJP വരരുതേ എന്ന്. അപ്പോൾ പിന്നെ ആര് വരണം? അതിന് സച്ചിദാനന്ദ കവികൾക്ക് വ്യക്തമായൊരു ഉത്തരമുണ്ട്. ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുകാർ പ്രതിപക്ഷത്തും പ്രതിപക്ഷത്തിരിക്കുന്ന വലതുകാർ ഭരണപക്ഷത്തും. അപ്പോഴും തനിക്ക് ആ മുൾമുന വച്ച കസേര അത് ഉറപ്പിച്ചിരിക്കാമല്ലോ. അതാണ് സച്ചിദാനന്ദ കവികളുടെ മനസ്സിലിരിപ്പ്. അതിന് BJP വിരുദ്ധത എന്തിനാണെന്ന് നേരത്തെ പറഞ്ഞ മാറാപ്പ് കയറ്റുന്ന ഭവാനെ അറിയാവൂ.